ഹലോ ഹായ്. ഇന്ന് രാവിലെ എണീറ്റ് തലയും ചൊറിഞ്ഞ് നോക്കി ഇങ്ങനെ അന്തം മുട്ട് നിന്നിട്ട് എന്തെങ്കിലും ഒന്ന് കഴിക്കണം, ചെറുതായിട്ട് കഴിക്കാനുള്ള മൂഡേ ഉള്ളൂ. അപ്പോൾ ഹെവി ആയിട്ടൊന്നും കഴിക്കണ്ട. അപ്പോൾ ചെറുതായിട്ട് എന്താ കഴിക്കുന്നത് ആലോചിച്ച് ഇങ്ങനെ നിന്ന് ഫ്രിഡ്ജ് തുറന്നപ്പോൾ മുട്ട ഇരിക്കുന്നുണ്ട് അതിനകത്ത്. അപ്പോൾ ഒരു മുട്ട നമ്മളങ്ങോട്ട് പൊക്കിയിട്ടുണ്ട്, കുബൂസ് ഇരിക്കുന്നുണ്ട് അവിടെ. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു ഐറ്റം ഉണ്ടാക്കാം. ഒരു ചെറിയൊരു സവാള എടുത്തിട്ടുണ്ട് കേട്ടോ. അത് തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കിയതിന് ശേഷം കുനുകുനാ അരിഞ്ഞെടുക്കുന്നുണ്ട്. രാവിലെയൊക്കെ ഉണ്ടാക്കാൻ മടിയുള്ളവർക്കും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. കുബൂസൊക്കെ എങ്ങനെ കറിയില്ലാതെ കഴിക്കാമെന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചൊക്കെയല്ലേ. അപ്പം ഇനി മുതൽ അങ്ങനെ അന്തം വിട്ട് നിൽക്കണ്ട, ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്കുകൊണ്ടു. എളുപ്പമാണ്. കറി ഉണ്ടാക്കാനൊന്നും നിൽക്കൊന്നും വേണ്ട. എങ്ങനെയായാലും ഒരു അതിനകത്ത് മുട്ടയൊക്കെ ഉണ്ടാവാതിരിക്കില്ലല്ലോ, കുബൂസും ഉണ്ടാവും. പിന്നെ സിമ്പിളല്ലേ സംഭവം ഉണ്ടാക്കാൻ. ഇപ്പോൾ നമ്മളിതാ ഒരു ചെറിയൊരു ബൗൾ എടുത്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് നമ്മൾ സവാള കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു മുട്ട എടുക്കണുള്ളൂ കേട്ടോ, ഒരാളല്ലേ ഉള്ളൂ. ആ മുട്ട പൊട്ടിച്ച് അതിലേക്ക് കുറച്ച് മുളക് പൊടിയും കുറച്ച് ചിക്കൻ മസാല ഇട്ട് കൊടുത്ത് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് കുറച്ച് പാലും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ചട്ടി എണ്ണ ഒഴിച്ചിട്ടുണ്ട്, നന്നായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമ്മൾ മുട്ട ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒഴിച്ച് കൊടുത്ത് അടിഭാഗം ശരിക്കൊന്ന് വെന്ത് വന്നതിന് ശേഷം കേട്ടോ നമുക്ക് ഇതിന് മേലേക്ക് ആ ഒരു കുബൂസ് വെച്ച് കൊടുക്കാം. ഈ കുബൂസ് അതിലിങ്ങനെ പ്രസ്സായി ഒട്ടി നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ശരിക്കും വേവണീന് മുമ്പ് തന്നെ വെച്ച് കൊടുക്കണം എന്ന് പറയണേ. എന്നിട്ടും തിരിച്ചു മറിച്ചിട്ട് കഴിഞ്ഞാൽ നമ്മൾ അടിപൊളി സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാണ് കേട്ടോ. ഇനി ഇതാ അതിലേക്ക് നല്ലൊരു പാൽ ചായ അല്ലെങ്കിൽ ഒരു സുലൈമാനി. ആഹാ, നമ്മൾ രാവിലെ തന്നെ ചെറിയ സിമ്പിളായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാണ്. അധികം മെനക്കേടൊന്നുമില്ല. മടിയന്മാർക്കും മടിച്ചികൾക്കൊക്കെ നല്ലതാണ് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ബായ്.